ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഡാനി പറഞ്ഞതുപോലെ തന്നെ സമുദായ സമവാക്യങ്ങൾ, സഭയുടെ ശക്തി ഏത് തരത്തിലാണ് പുറത്തേക്ക് വരിക എന്നതടക്കമുള്ള കാര്യങ്ങൾ യു ഡി എഫിനും ശക്തിയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളയിടത്ത് കേരള കോൺഗ്രസ് എം ഇത്തവണ കൂടുതൽ വാർഡ് നിർണയത്തിനു ശേഷം കൂടുതൽ അതിനാനുപാതികമായ പ്രാതിനിധ്യം വേണമെന്നുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു തീരുമാനം, കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു തീരുമാനം ഇതായിരിക്കുമോ കോട്ടയത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രധാനപ്പെട്ടതായി ആകാൻ പോകുന്നത്? LDF അതിലെടുക്കാൻ കഴിയുന്ന തീരുമാനം ഏത് തരത്തിലായിരിക്കും? അത്തരം വിഷയങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെട്ട് ചർച്ച ചെയ്തതിന് ശേഷം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കച്ചമുറുക്കുന്നത് CPM എന്നുകൂടി വിലയിരുത്തണോ ഇപ്പോൾ? അപർണ, കോട്ടയത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കേവലം ഒരു ചെറിയ ക്യാൻവാസിലേക്ക്, കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ള ക്യാൻവാസിലേക്ക് ഒതുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയം അതിനുണ്ട് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളുടെ സാന്നിധ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം മുന്നണി വിട്ട ശേഷമുള്ള, UDF വിട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ നേട്ടം ഇടതുമുന്നണിക്ക് ഉണ്ടാക്കാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം കഴിഞ്ഞു. ഏതാണ്ട് 50-നടുത്ത് പഞ്ചായത്തുകൾ, 71 പഞ്ചായത്തിൽ അത്രയധികം ഭൂരിപക്ഷം പഞ്ചായത്ത് പിടിക്കാൻ കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതാണ്ട് ഒന്നൊഴികെ ബാക്കിയെല്ലാം പിടിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തി. നഗരസഭകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും പാല പോലെ വർഷങ്ങളായി UDF-നൊപ്പം നിന്ന ചില നഗരസഭകൾ പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഇത്തവണ കരുത്ത് തെളിയിക്കേണ്ടത് UDF ആണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഉണ്ട്, ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ജില്ലയിൽ വലിയൊരു മുന്നണിയായി മാറാൻ UDF-ന് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും സാഹചര്യം അങ്ങനെയല്ല. UDF-ന് വലിയ നേട്ടമുണ്ടായിരുന്ന ജില്ലയാണ് കോട്ടയം. സഭകളുടെയൊക്കെ സാന്നിധ്യം, NSSന്റെ സാന്നിധ്യമൊക്കെ പറയുമ്പോൾ പോലും അവിടെ UDF പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരിക എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് സംസ്ഥാന ഭരണത്തിലടക്കം വളരെ നിർണായകമാകുന്നതാണ്. ഒന്നാമത്തെ അതിലെ പ്രാധാന്യം. 2, കഴിഞ്ഞ കുറേ കാലമായി കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും അടൂർ പ്രകാശ് അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഞങ്ങളില്ല എന്ന് കേരള കോൺഗ്രസ് എം പറയുമ്പോഴും അടൂർ പ്രകാശ് വീണ്ടും ആവർത്തിച്ച് പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് വീണ്ടും സംസ്ഥാന ഭരണത്തിലേക്ക് എത്തിക്കണമെങ്കിൽ കേരള കോൺഗ്രസ് എം കൂടെ ഉണ്ടാകണം എന്ന് UDF വിലയിരുത്തുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകമാണ്. ജില്ലയിൽ മാത്രമല്ല, ഈ മധ്യ കേരളത്തിലെ ഇടുക്കി, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിലൂടെ UDF-ന് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് കേരള കോൺഗ്രസ് എം പൂർണ്ണമായി വന്നില്ലെങ്കിൽ പോലും അതിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെങ്കിലും അടർത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കോട്ടയത്തെ സംബന്ധിച്ച് അത് കേവലം ഒരു ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഒരു ഫൈറ്റ് എന്നുള്ളതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ശ്രീജിത്ത്, ആ പറഞ്ഞത് തന്നെ, അതായത് കോട്ടയം എന്ന് മാത്രം ചുരുക്കാൻ കഴിയില്ല. നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അത് സമുദായ സമവാക്യങ്ങളാണെങ്കിലും കേരള കോൺഗ്രസുകളുടെ ഒരു സാന്നിധ്യമായ പോലും ഇപ്പോൾ നമ്മൾ UDF-ന്റെ ഒരു പ്രതീക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ആ തരത്തിൽ തന്നെ ആ ക്ഷീണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ക്ഷീണം മറികടന്നേ കഴിയുകയുള്ളൂ എന്ന് UDF തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട അടക്കമുള്ള ആ സ്ഥലങ്ങളെല്ലാം ഫോക്കസിലുണ്ടാകും. BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം സഭകളുമായിട്ട്, സാമുദായിക നേതൃത്വങ്ങളുമായിട്ട്, അതിപ്പോൾ NSS ആണെങ്കിലും SNDP ഒക്കെ ആയിട്ടാണെങ്കിലും ഉണ്ടാക്കിയ ആ ഒരു റാപ്പോ അനുസരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം. ശബരിമല വിഷയത്തിൽ ഏറ്റവും അവസാനം ഇറക്കിക്കൊണ്ടുവന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് കരുതുന്നുണ്ട്. RSS നേരിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കടക്കുന്നു എന്നുള്ള പല റിപ്പോർട്ടുകളൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതും കോട്ടയം അടക്കമുള്ള മധ്യകേരളവുമായി ചുറ്റിപ്പറ്റി തന്നെയാണ് ആ ചർച്ചകളും ആ ഫോക്കസും ഉണ്ടാകുന്നത്. ഏത് തരത്തിലാണ് BJP-യുടെ NDA-യുടെ ഒക്കെ പ്രതീക്ഷ? തീർച്ചയായും NDA താഴെത്തട്ടിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മധ്യകേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായി സഭകളെ ഒപ്പം കൂട്ടാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അരമനകൾ തോറും സംസ്ഥാന അധ്യക്ഷൻ തന്നെ പോയി നേരിട്ട് സമ്പർക്കമുണ്ടാക്കുന്നു. PC ജോർജ്, ഷോൺ ജോർജ് പോലെയുള്ള ക്രൈസ്തവ മുഖമുള്ള നേതാക്കളെ ഒപ്പം കൂട്ടി കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നു. അവർക്ക് ഉന്നത പദവികൾ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ PC ജോർജിന്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് PC ജോർജിന്റെ പൂഞ്ഞാർ മണ്ഡലത്തിലുള്ള ചില പഞ്ചായത്തുകളെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് PC ജോർജിനും ഷോൺ ജോർജിനും അത്
വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. അവരുടെ കരുത്തുകൂടി അവർ തെളിയിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണയാണ് ആദ്യമായി ജില്ലയിൽ പഞ്ചായത്തുകളിൽ ആദ്യമായി ഭരണം നേടാൻ കഴിഞ്ഞത്. പള്ളിക്കത്തോടും മുത്തോലി പഞ്ചായത്തും. അത് മുത്തോലിയിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന്റെ പേരിലല്ല, പക്ഷേ ഇടത് വലത് മുന്നണികൾ അതിജീവിച്ചുകൊണ്ട് ഒരു സീറ്റിന്റെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ നേടിക്കൊണ്ടാണ് മുത്തോലിയിൽ ഭരണം നിലനിർത്തിയത്. അതിനപ്പുറത്തേക്ക് പഞ്ചായത്തുകൾ നേടുക എന്നുള്ളത് BJPയുടെ പരമ്പരാഗത, ഇപ്പൊ ചിറക്കടവ് പഞ്ചായത്ത്, പുൻകുന്നം ഉൾപ്പെടുന്ന നഗരം ഉൾപ്പെടുന്ന ചിറക്കടവ് പഞ്ചായത്ത് പോലെയുള്ള ചില പഞ്ചായത്തുകൾ കൂടി പിടിച്ചടക്കുക. പൂഞ്ഞാർ, പാല പോലുള്ള നിയോജക മണ്ഡലങ്ങളിലെ പലയിടത്തും PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സാന്നിധ്യത്തിലൂടെ നേടിയെടുക്കുക. കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടായി, 8 സീറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ടായത്. അതിൽ നിന്നും നഗരസഭകളിലെല്ലാം ഏതാണ്ട് മുന്നോട്ട് പോവുക. ഇതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് BJPയും താഴെത്തട്ടിൽ പുതിയ വോട്ടർമാരെ അടക്കം ചേർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി. ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തത് കോട്ടയം വെസ്റ്റ് ജില്ലയാണ് എന്ന നിലയിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം അഭിനന്ദനം കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനമാണ് കോട്ടയം പോലൊരു ജില്ലയിൽ പോലും നടത്തുന്നത്. തൊട്ടിപ്പുറത്ത് പത്തനംതിട്ട നോക്കിയാലും ശബരിമല പ്രശ്നം ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യം. പന്തളം നഗരസഭ BJPക്ക് പാലക്കാടിന് പിന്നാലെ കിട്ടിയൊരു നഗരസഭയാണ്. അവിടെ ഭരണം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായി പുതിയൊരു ചെയർമാനെയൊക്കെ വെച്ചുകൊണ്ട് ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ചില നേതാക്കളെ UDFൽ നിന്നും അടർത്തിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിലുണ്ടായിരുന്ന KR രവിയെ പോലുള്ള നേതാക്കളെയൊക്കെ പന്തളത്ത് കൊണ്ടുവരുന്നു. CPIക്കൊക്കെ സഹകരിച്ച് നിന്ന് ചില ആളുകളെ കൊണ്ടുവരുന്നു. അങ്ങനെ പന്തളം നഗരസഭ നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജില്ലയിൽ കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കുക എന്നത് ശബരിമലയുടെ ഒരു എഫക്റ്റായി അവിടെ നിലനിർത്തേണ്ട സാഹചര്യമുണ്ട്. തൊടുപുഴ നഗരസഭയിൽ വലിയ നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയതാണ്. അവിടെയും അതായത് ഉള്ളിടത്തെല്ലാം കൂടുതൽ മുന്നോട്ട് പോകുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ശബരിമല പ്രശ്നം മൂലം ഉണ്ടാകുന്ന വോട്ടുകൾ മാത്രമല്ല, സഭകളുടെ വോട്ടുകളും ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഓർത്തഡോക്സ് പക്ഷത്ത് നിന്ന് ഒരാളെയാണ് പന്തളം നഗരസഭയിൽ അവസാനം 1 വർഷം നഗരസഭാ അധ്യക്ഷനാക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ സാമുദായിക സമവാക്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടുള്ള തന്ത്രമാണ് BJP പോലും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ഫലമാണ് ഇനി ഉണ്ടാകേണ്ടത്. റൈറ്റ്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. മനോജ് പുന്നലൂരോട് നമുക്കൊപ്പം ചേരുന്നു. മനോജ്, കൊല്ലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ CPI CPM തർക്കം അത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു കാരണവശാലും ബാധിക്കാതെ നോക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPMും അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കന്മാരും എത്തുമ്പോഴും ഇതുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾക്ക് താഴെ തട്ടിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPIക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ യുവ സംഘടനകൾ പ്രതിഷേധവുമായി നിരത്തുകളിറങ്ങിയ സ്ഥലത്തൊക്കെ ഏതാണ് വളരെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു വിഷയം. BJPയിലാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട് RSS നേരിട്ടിടേണ്ട സ്ഥലങ്ങളും കൊല്ലമൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDFന് കൂടുതൽ മുൻതൂക്കം എന്ന രീതിയിലുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൊല്ലവുമായി ബന്ധപ്പെട്ട് 3 മുന്നണികളും പ്രചാരണ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഏത് തരത്തിലാണ്?